ഹായ് ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നന്ദ പറഞ്ഞ ആ വാക്കുകളെല്ലാം നന്ദ പാലിച്ചിട്ടുണ്ട്. ആദ്യം ആ പുഷ്പനെ ആ ഒരു കള്ളനെ കണ്ടുപിടിക്കുകയും യഥാർത്ഥ കുറ്റവാളിയെ നന്ദ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി നന്ദ ഈ സത്യങ്ങളെല്ലാം ഇന്ദീവരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിങ്കിയുടെ ചീട്ട് കീറിയത് തന്നെ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും, ചീട്ട് കീറുമോ അതോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കാം. എന്തായാലും കുറെ ദിവസം കൊണ്ട് ഈ ഒരു കഥ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട്, ഇതുവരെ ഇങ്ങനത്തെ പ്രശ്നം ഇല്ലായിരുന്നു, കുറച്ച് ദിവസം കൊണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് കഥ ലാഗടിച്ച് വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ഒരു ഫീൽ എനിക്കുണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നന്ദ എന്തായാലും കടുത്ത ഒരു പോരാട്ടത്തിലോട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പിങ്കിയാണ് ഈ ഒരു പ്രശ്നത്തിന്, അല്ലെങ്കിൽ ഈ ഒരു കള്ളത്തനത്തിന്, ഈ ഒരു മാല മോട്ടിച്ചതിന് എല്ലാത്തിനും ഒറ്റ ഒരു കുറ്റവാളി പിങ്കി മാത്രമാണ് എന്ന് സാന്ദ്ര മൊഴി നൽകിയിട്ടുണ്ട്. അപ്പൊ സാന്ദ്രയുടെ ഈ ഒരു മൊഴി മാത്രം മതി പിങ്കിയെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും പിങ്കിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ശ്രമിക്കണം, അല്ലെങ്കിൽ ആ ഒരു ശ്രമം നടത്തണമെങ്കിൽ ആദ്യം ആ ഒരു മാല പുറത്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പുഷ്പന് കൊടുത്ത പൈസ, പുഷ്പൻ കൊണ്ട് ആ ഒരു ഫ്ലഷ് ടാങ്കിനിൽ കൊണ്ട് ഒളിപ്പിച്ച ആ പൈസ അരുണിനെ കൊണ്ട് നമ്മളെ നന്ദ പൊക്കിയിരുന്നു. ആ പൈസയും കൊണ്ട് തന്നെ ആ ഒരു മാല എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ആ മാല എടുക്കുന്ന സമയത്ത് ഇപ്പൊ പണയം വെച്ചിട്ട് കുറച്ചു നേരം അല്ലേ ആയുള്ളൂ, അപ്പൊ പിന്നെ പെട്ടെന്ന് എങ്ങനെ എടുത്തു തരാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത് ഞങ്ങളെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഇത് വരുന്ന മാലയാണ്, അപ്പൊ ഇത് അറിയാതെയാണ് പണയം വെച്ചത് എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ മാല പുറത്തെടുക്കുന്നുണ്ട്. പിങ്കി പുഷ്പന് കൊടുത്ത അതേ പൈസ കൊണ്ട് തന്നെ നമ്മുടെ പിങ്കി വീണ്ടും പണയം വെച്ച മാല നമ്മുടെ നന്ദ പൊക്കുന്നുണ്ട്. അവസാനം ഈ മാലയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഉറപ്പായിട്ടും പിങ്കി ഈ പുഷ്പനെയും പിന്നെ സാന്ദ്രയൊക്കെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സാന്ദ്രയെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ നടന്ന കാര്യമൊന്നും സാന്ദ്ര വിളിച്ചും പറഞ്ഞില്ല. സാന്ദ്രയെ വിളിച്ചിട്ട് സാന്ദ്ര കോളും എടുത്തില്ല. അപ്പൊ എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ പിങ്കിയുടെ അടുത്ത് വരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ പിങ്കിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഞാൻ ഇവിടെ വരുന്ന കാര്യം ആരോടത്തും പറഞ്ഞിട്ടില്ല, അത് സാന്ദ്രയ്ക്ക് മാത്രമേ അറിയാവത്തുള്ളൂ. അങ്ങനെയുള്ള ഇങ്ങനെ ഇവിടെ വന്നു എന്നാണ് പിങ്കിയുടെ മനസ്സിൽ ആദ്യം ഉയർന്ന ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം തന്നെ നമ്മൾ നന്ദ കൊടുത്തിട്ടുണ്ട്. നീ പുഷ്പന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൈസയും കൊണ്ടാണ് ഇവിടെ വന്നതെന്നും സാന്ദ്രയെ ഞാൻ പൊക്കിയെന്നും നീ ഇവിടെ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നന്ദ പിങ്കിയോട് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ സത്യങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചാലും ആദ്യം ആ ഒരു കുറ്റവാളി സമ്മതിക്കത്തില്ല. നമ്മളിപ്പോ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാലും പിങ്കിയെ പോലുള്ള ഒരു കുറ്റവാളി ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. അവിടെ കിടന്ന് തന്നെ ഇങ്ങനെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഭയങ്കര നിരപരാധിയാണ് എന്നുള്ള രീതിയിലൊക്കെ അവിടെ പിങ്കി ഭയങ്കര ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ നന്ദയുടെ കാര്യത്തില്, അല്ലെങ്കിൽ നന്ദയുടെ രീതിയിൽ എന്തായാലും പിങ്കിയുടെ ആ ഒരു ചതി, അല്ലെങ്കിൽ പിങ്കിയുടെ ആ ഡ്രാമയെന്ന് നന്ദയുടെ അടുത്ത് വില പോകത്തില്ല എന്ന് പിങ്കിക്ക് അറിയാം. അങ്ങനെ നന്ദ പിങ്കിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നീയാണ് പുഷ്പന് ഈ പൈസ കൊടുത്തതെന്നും നീ എന്തിനു പൈസ കൊടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞുവെന്നും ഈ മാല നീ മോഷ്ടിച്ച് അവിടെ കൊണ്ട് പണയം വെച്ച കാര്യവും വീണ്ടും പുഷ്പന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടെ വന്ന കാര്യം വരെയുള്ള സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി നിനക്ക് രക്ഷയില്ല പിങ്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പിങ്കിയോട് ഇതെല്ലാം അടിമുടി തെറ്റാതെ നമ്മുടെ നന്ദ പറയുന്നുണ്ടെങ്കിൽ പിങ്കി അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. നന്ദ വെറുതെ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ മെനഞ്ഞ ഒരു കഥയാണ് എന്നുള്ള രീതിയിലാണ് അവിടെ പിങ്കി സംസാരിച്ചത്. അപ്പൊ എന്തായാലും നന്ദയുടെ അവസാനത്തെ രൂപം തന്നെ നമ്മുടെ നന്ദ എടുത്തിട്ടുണ്ട്. പിങ്കിക്ക് നല്ല തൊരണം കൊടുത്ത്, പിങ്കിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞതിന് ശേഷം ഈ ഒരു മാല പുറത്തെടുത്ത് പിങ്കിയെ കാണിക്കുന്നുണ്ട്. അപ്പോഴും പിങ്കി അവിടെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ താൻ ആ മാല പണയം വെച്ചിട്ടില്ല എന്നും നീ തന്നെ ആ മാല വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പണയം വെച്ചു എന്നുള്ള രീതിയിലൊക്കെ പിങ്കി തടി തപ്പാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാന്ദ്രയുടെ ഈ ഒരു മൊഴി കാണിച്ചു കൊടുത്തപ്പോൾ, ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ പിങ്കിക്ക് മനസ്സിലായി ഞാൻ ഇനി അല്ലെങ്കിൽ ഞാൻ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്നെ പൂട്ടി എന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലായി. അപ്പൊ നന്ദ അവിടെ പറയുന്നുണ്ട്, നീ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ ഈ പണികളെല്ലാം ഇവിടെ ചെയ്തതെങ്കിലും അവസാനം കുടുങ്ങിയത് നീയാണ്. ഇനി നിനക്ക് എന്തായാലും രക്ഷയില്ല. നീ ഇത്രയും എന്നെയും രാധികാന്റെ ഏറ്റവും കൂടുതൽ നീ തീ തീറ്റിച്ചു, അതുകൊണ്ട് നിനക്കിനി രക്ഷയില്ല പിങ്കി. ഞാൻ ഈ സത്യങ്ങളെല്ലാം ഇന്ദീവരത്തിൽ പോയി പറയും. ഇന്ദീവരത്തിൽ പറയാനായിട്ട് ഇപ്പൊ നീ എന്തൊക്കെ കളികൾ കളിച്ചാലും, അല്ലെങ്കിൽ നീ അവിടെ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലും ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ എല്ലാവർക്കും തെളിവ് സഹിതം നിന്നെ പിടികൂടും. അപ്പൊ ആദ്യം നിന്റെ പല്ലടിച്ച് താഴെ ഇടാൻ പോകുന്നത് ഇന്ദീവരത്തിൽ
ഇന്ദിവരത്തിലുള്ള നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നു എന്ന് അഭിനയിക്കുന്ന നമ്മുടെ അരുന്ധതിയും പിന്നെ എല്ലാവരും നിന്നെ പല്ലടിച്ച് താഴെയിടും. അതിനുശേഷം നിന്നെ കൈവയ്ക്കാൻ പോകുന്നത് നിന്റെ അച്ഛനും നീ വേണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഗൗതം സാറും ആയിരിക്കും നിന്നെ അടിച്ച് പുറത്തിറക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ നന്ദ നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട്. അപ്പൊ പിങ്കിക്ക് എന്തായാലും ടെൻഷനായി. എന്തായാലും നന്ദ ഈ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചീട്ട് കീറും, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് പിങ്കി നന്ദയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നന്ദ പറയുന്നുണ്ട്, ഞാൻ ഇനി ഇതിൽ ഒരു കാര്യവും നിനക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നില്ല, നീ ഇനി അനുഭവിച്ചേ തീരത്തുള്ളൂ, നീ അത്രത്തോളം നീ ഞങ്ങളെ വേദനിപ്പിച്ചു, അതുകൊണ്ട് നിനക്ക് ഇനി എല്ലാം വെച്ചിട്ടുണ്ട് പിങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടപ്പോൾ പിങ്കി ഭയങ്കര ടെൻഷനാണ്. ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ആ സമയത്ത് തന്നെ പിങ്കി സാന്ദ്രയെ വിളിക്കുന്നുണ്ട്. സാന്ദ്ര എന്തായാലും ഇനി കോൾ എടുത്തേ പറ്റത്തുള്ളൂ, പക്ഷെ കോൾ എടുത്തു കഴിഞ്ഞാൽ ഞാനാണ് സത്യം പറഞ്ഞത് എന്ന് പിങ്കി ഇപ്പം മനസ്സിലായി കാണും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് സാന്ദ്ര കോൾ എടുത്തപ്പോൾ തന്നെ പിങ്കി പറയുന്നത്, നീ എന്നെ ഏറ്റവും കൂടുതൽ ചതിച്ചതാണ് സാന്ദ്ര, നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ സാന്ദ്രയോട് പറയുന്നുണ്ട്. അവസാനം സാന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് രക്ഷയില്ലായിരുന്നു, ഞാനിപ്പോ ആ സത്യങ്ങൾ പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ എന്നെ ഗൗതമിന്റെ അടുത്ത് എത്തിച്ചേനെ, പിന്നെ എന്നെ ജയിലിലോട്ട് അയച്ചേനെ. അപ്പൊ എനിക്ക് നിവർത്തിയില്ലാതെയാണ് ഞാൻ പറഞ്ഞു പോയത്. എന്തായാലും പിങ്കിക്ക് ഇനി ആത്മഹത്യ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇനി മുന്നിലുള്ളൂ. കാരണം ഈ സത്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നന്ദ ഇന്ദിവരത്തിൽ പോയി പറയും. അപ്പൊ ഇന്ദിവരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നെ അടിച്ചു പുറത്താക്കും. അപ്പൊ നാണക്കേട് കൊണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനി ആത്മഹത്യ മാത്രമേ വഴിയിലുള്ളൂ മുന്നിലുള്ളൂ എന്ന് പറയുമ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, നീ എന്തായാലും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, നീ എന്തായാലും ഇന്ദിവരത്തിലോട്ട് പോയിട്ട് ആദ്യം എന്തെങ്കിലുമൊക്കെ നിന്നെ വഴക്കുറേ അടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിലും നീ അവസാനം കാലിൽ വീണ് നീ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് വഴിയെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ഇന്ദിവരത്തിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ അർജുനെ കുറിച്ചുള്ള ഒരു കത്ത് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് നോക്കുമ്പോൾ ഗൗതം ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു, അർജുനെ കാര്യങ്ങൾ അല്ലെങ്കിൽ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കുന്ന അല്ലെങ്കിൽ ആ അന്വേഷണം ഏതുവരെ ആയി എന്ന് തെളിയിക്കുന്ന രേഖകൾ തരാൻ പറഞ്ഞു. അങ്ങനെ ആ അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കത്താണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വന്നത്. എന്തായാലും വിഷുവിന്റെ അന്നാണ് അർജുന്റെ ആ ഒരു ബർത്ത്ഡേ, അർജുന്റെ ജന്മദിനം. അപ്പൊ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ അർജുന് ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നന്ദ കയറി വരുന്നത്. അപ്പൊ നന്ദയെ കണ്ട ഉടനെ തന്നെ ഈ ഒരു കള്ളിയെ കണ്ടുപിടിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏതുവരെ ആയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുമ്പോൾ നന്ദ അവിടെ പറഞ്ഞത്, ഞാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ്, ഞാൻ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിലുള്ള ആള് മാത്രമേ, ഈ കുടുംബത്തിൽ ഉള്ള ഒരാളായിരിക്കും ആ യഥാർത്ഥ കുറ്റവാളി. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായിരിക്കും, അതുണ്ടാക്കാനായിട്ട് ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് ഞാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് നന്ദ പറയുകയും അതുകൂടാതെ തന്നെ ഞാൻ ഒരു അമ്പലത്തിലോട്ട്, എനിക്ക് ഈ ഒരു സങ്കടവും കാരണങ്ങളൊക്കെ കാണണം, ഞാൻ ഒരു അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നു, അവിടെ നമ്മൾ പിങ്കിയെ കണ്ടു. പിങ്കി അർജുന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, അർജുന് വേണ്ടിയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം വെറുതെ പിങ്കിയെ ഒന്ന് പൂട്ടാൻ വേണ്ടിയിട്ട് നന്ദ പറഞ്ഞതാണ്. എന്നിട്ട് നന്ദ കയറി പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി പോയി. ഇത്രയും നാളെ അർജുനെ സ്നേഹിക്കാത്ത പിങ്കി ഇപ്പൊ അർജുനെ സ്നേഹിച്ചു തുടങ്ങിയോ, അർജുന് വേണ്ടിയിട്ട് വഴിപാട് കഴിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പിങ്കി കയറി വരുന്നത്. അപ്പൊ പിങ്കി കയറി വന്ന സമയത്ത് തന്നെ അപ്പോൾ എന്തായാലും സാന്ദ്ര പറഞ്ഞിട്ടുണ്ട്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നന്ദ ഈ സത്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ചാണ് സാന്ദ്രയും കയറി വരുന്നത്. അപ്പൊ സാന്ദ്ര കയറി വന്ന ഉടനെ തന്നെ എല്ലാവരും ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. എന്നിട്ട് ആ ഒരു പിങ്കിയോടെ എല്ലാവരും സംസാരിക്കുന്നത് ആ വഴിപാടിനെ കുറിച്ചും അർജുനെ കുറിച്ചുമാണ്. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും സംസാരം കേട്ടപ്പോൾ പിങ്കി വിചാരിച്ചത് നന്ദ സത്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പിങ്കിയും സംസാരിച്ചത്. അവസാനം നമ്മുടെ അരുന്ധതി ഏട്ടത്തി പറയുന്നുണ്ട്, നീ അർജുന് വേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ പിങ്കിക്ക് ഒരു അത്ഭുതം, നന്ദ വേറെ ഒരു സത്യവും പറഞ്ഞില്ലേ, ഈ ഇൻവെസ്റ്റിഗേഷൻ അവള് സ്റ്റോപ്പ് ചെയ്യുവാണെന്നല്ലേ ഇവര് പറഞ്ഞത്, പിന്നെ ഇവളെ മനസ്സിൽ വേറെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, എന്നെ പൂട്ടാൻ വേണ്ടി വലിയൊരു പദ്ധതി തന്നെ അവൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുക്കുന്നുണ്ട്, അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഡ്രാമ എന്നൊക്കെ പിങ്കി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ പിങ്കിയുടെയും നന്ദയുടെയും ഗൗതമിന്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പിങ്കിക്ക് തിരിച്ചടിയായിട്ട് പല രഹസ്യങ്ങളും ചുരുളഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രഹസ്യം വെച്ചിട്ട് നന്ദ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്നാണ് നമ്മുടെ പിങ്കിയുടെ ഒരു ടെൻഷൻ. പക്ഷേ ഇനി വരുന്ന നാളുകളിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതുമാത്രമല്ല ഇനി എന്തായാലും നന്ദയ്ക്കെതിരെ പിങ്കി വലിയ ഡ്രാമകളൊന്നും കളിക്കാൻ സാധ്യത കുറവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയും. അതിരിക്കട്ടെ, ബൈ.